ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഒരുപാട് പേര് വെയ്റ്റ് ലോസ് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ആൾക്കാർ ഗോൾ സെറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൽ 50% ആൾക്കാരാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാറുള്ളൂ. ബാക്കി 50% അത് പാതിക്ക് വെച്ച് നിർത്തിപ്പോവും. ഇതിന് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്നവർക്ക് ഇതൊരു ഫൗണ്ടേഷനായിട്ടൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് 4 കാര്യത്തിൽ അവരുണ്ടാക്കുന്ന ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർ പാടുപെടുന്നു. അതായത് ഈറ്റിംഗ് ഇനഫ് പ്രോട്ടീൻ, എക്സസൈസിങ് ഡെയിലി, വെയ്റ്റ് ട്രെയിനിങ്, പിന്നെ വാക്കിംഗ്, അക്യുമുലേറ്റിംഗ് വാക്ക്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നടക്കുന്നതും ഓടുന്നതും അല്ലാതെ നമ്മൾ സ്റ്റെയർ കേസ് കയറുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഒരു ഹാബിറ്റാക്കി എടുത്ത്, പിന്നെ ഇനഫ് സ്ലീപ്പ്, ഇതെല്ലാം ഒരു ഹാബിറ്റായിട്ട് എടുക്കാത്തവർക്കാണ് ഈ ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് പാതിക്ക് വെച്ച് മുടങ്ങിപ്പോകുന്നത്. പിന്നത്തെ രണ്ടാമത്തെ കാര്യം, അത് ഇവർക്ക് പേഷ്യൻസ് ഇല്ല. ഒരു ഗോൾ സെറ്റ് ചെയ്തു, ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ എനിക്ക് നല്ലൊരു ബോഡി കിട്ടണം എന്നുള്ള ഒരു ത്വരയാണ്. അവർക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ പറയും, നിങ്ങൾ ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ്യും, ഇത്ര 3 ആഴ്ചത്തെ ഡയറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. പക്ഷേ നമുക്കറിയാം, ഇത് അക്യുമുലേറ്റ് ചെയ്യുക, വാക്കിംഗ് സ്റ്റെപ്സ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ആഡ് ചെയ്യുക, ഒരു നേരം നമ്മൾ പ്രോട്ടീൻ കഴിക്കാം, അതുപോലെ ഇനഫ് സ്ലീപ്പ്, ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നതിന് ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ് ടേക്സ് 6 months, 1 year, 2 year and years. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ട് ദാറ്റ് വിൽ ബി പെർമനൻറ്റ്. അങ്ങനെ നമ്മളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗോള് എത്ര വലിയ ഗോളാണെങ്കിലും നിങ്ങളുടെ ഫിറ്റ്നസ് ഗോള് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾക്ക് ഒരു നല്ല രീതിയിലുള്ള സ്ലീപ്പ്, പ്രോട്ടീൻ റിച്ച് ഫുഡ്, ഡെയിലിയിലെ എന്തെങ്കിലും രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ്, പിന്നെ ഡെയിലി മൂവ്മെൻറ്റ്സ്, ഡെയിലി എക്സസൈസ്, സ്ട്രെങ്ത് ട്രെയിനിങ്, പിന്നെ പേഷ്യൻ്റായിട്ട് ഇരിക്കുക. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് നമുക്ക്